ഈ ദിവസങ്ങളിലെ എല്ലാ യോഗങ്ങളും വളരെ അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൈവവചന പഠന പരമ്പരയിൽ അനുഗ്രഹീത ദൈവവചന പ്രഭാഷണത്തിനായി നമ്മുടെ സഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് മൗണ്ട് സിയോൺ ബൈബിൾ സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് വളരെ നല്ല നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ നോബൽ ജേക്കബ് അവറുകളാണ്. അദ്ദേഹം നമ്മളുടെ നടുവിൽ ഇന്നായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കും വളരെ ദീർഘനാളുകളായിട്ടുള്ള പരിചയം, സുഹൃത്ത് ബന്ധം ഒക്കെ ആ പ്രിയപ്പെട്ടവനോടും കുടുംബത്തോടുമുണ്ട്. ദൈവം ഇന്ന് രാവിലെ തൻ്റെ മകനെ ഇവിടെ എത്തിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കാവശ്യമുള്ള ദൈവത്തിൻ്റെ വചനം നൽകി തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ എല്ലാ ദിവസവും നമുക്ക് പുതുക്കമല്ലേ ആവശ്യമായിരിക്കുന്നത്. പുതുകി നമ്മൾ വരാനിടയാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ നിലവാരങ്ങളിൽ എവിടെല്ലാം പഴക്കങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം ഒന്ന് പുതുക്കി. നമുക്ക് ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ആവറേജ് ലെവലിൽ പറക്കുമെന്നല്ല, ആമേൻ, എല്ലാ കൊടുങ്കാറ്റിൻ്റെയും മുകളിൽ പറക്കും. അതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇവിടെ നടക്കുന്നത് നമ്മൾ കാണും. അതിനാ ദൈവം നമ്മുടെ മേൽ ശക്തി പകരുന്നത്. ദൈവജന കേൾവി നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തുടരട്ടെ. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നോബൽ ജേക്കബിനെ ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടുള്ള ദൈവസഭയോടും ദൈവദാസനോടും ദൈവമക്കളോടും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് മുതൽ അടുത്തൊരു 10 ദിവസത്തേന് കർത്താവിൻ്റെ വചനത്തെ പഠിക്കുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഈ വചന പഠന ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അത് നമുക്കൊരു രൂപാന്തരമായി മാറട്ടെ. ഞാൻ ആദ്യം അത് അണ്ടർലൈൻ ചെയ്തെന്ന് പറയുക. നമുക്കത് രൂപാന്തരമായി മാറട്ടെ. നമുക്കതൊരു വ്യതിയാനമായി മാറട്ടെ. നിത്യത എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മടങ്ങി വരുന്ന സമയങ്ങളായി മാറട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ഞാൻ കർത്താവിൽ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന പാസ്റ്റർ വി.ടി. എബ്രഹാം പാസ്റ്റർ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആത്മീയമായ ബന്ധം ഉണ്ട്. അത് ഇന്നും അത് കാത്ത് സൂക്ഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സണ്ണി ആൻഡ്രൂസ്, സഭയുടെ കമ്മിറ്റി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായി സേവനമനുഷ്ഠിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, കൂടി വന്ന ദൈവജനം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാനായി ദൈവം നമ്മെ സഹായിക്കുന്ന പ്രത്യേകിച്ച് കൊയറിൽ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു ക്ഷണം തരികയും ഇവിടെ കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാനും ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ സഭയോടും ഈ സഭയുടെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും എന്നെ പരിചയമുണ്ടാകാം. ചില വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 2 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ആനുവൽ ബൈബിൾ സ്റ്റഡിക്ക് സൂമിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കി 6 ദിവസം നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇതിനകത്തുള്ള പലരെയും എനിക്ക് മുഖപരിചയമുണ്ട്. പലരെയും ഇന്നാണ് ആദ്യമായിട്ടൊക്കെ നേരിൽ കാണുന്നത്.
അവരെയൊക്കെ കാണാൻ സഹായിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റു മുഖവരുകളൊന്നും പറയുന്നില്ല. നമ്മുടെ മുൻപിലുള്ള സമയം വളരെ പരിമിതമാണ്. ആ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് കർത്താവിൻ്റെ വചന പഠന ചിന്തയ്ക്കായിട്ട് നമുക്ക് വേർതിരിക്കാം. നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മനസ്സ്, ഒരു പഠിതാവിൻ്റെ മനസ്സ് നമുക്കെല്ലാവർക്കും വേണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വചനത്തെ നമുക്ക് നന്നായി ഒന്ന് പഠിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ദൈവദാസൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും എന്താ പറഞ്ഞേ? മതിയായവൻ അല്ലേ? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും. അതിന് കാരണം എന്നാണെന്നറിയോ? അതിന് കാരണം യേശു മറ്റാരേക്കാളും ശ്രേഷ്ഠനാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മറ്റാരേക്കാട്ടിലും ശ്രേഷ്ഠമാണ് കർത്താവായ ആ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ വർണ്ണിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ പഠന വിഷയം. ആ പുസ്തകമാണ് എബ്രായ ലേഖനമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാനത് ഇവിടെ ഇരുന്നപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ദൈവാത്മാവ് ഇടപെടുന്ന രീതികളൊന്നും ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. കാരണം യേശുവിനോട് തുല്യം ചൊല്ലുവാൻ വേറെ ആരും, അവനേക്കാൾ മറ്റൊരുവൻ വേറെ ആരും, ആ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ വളരെ വ്യക്തമായി മറ്റേത് പുസ്തകങ്ങളെക്കാട്ടിലും ശക്തമായി വിവരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കൊക്കെ ചോദ്യം വരും, 8 അല്ല 10 ദിവസത്തെ ബൈബിൾ ക്ലാസ് കൊണ്ട് നമുക്ക് എബ്രായ ലേഖനം മുഴുവൻ തീർക്കാൻ കഴിയുമോ? 10 അല്ല, നിങ്ങൾ 1 വർഷം പഠിച്ചാലും തീരത്തില്ല. അത്രയ്ക്ക് ആഴമേറിയ ഒരു ഗ്രന്ഥമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഈ ദിവസങ്ങളിൽ ഇടപെടേണ്ട കാര്യങ്ങൾ നമുക്കതിനകത്ത് ചിന്തിക്കാൻ ദൈവം നമ്മെ അതിനകത്തൊരു സഹായിക്കട്ടെ. ഈ ഒരു പുസ്തകം ഞാൻ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം, നമ്മൾ കർത്താവിൻ്റെ വരവിനെ പറ്റി നമ്മൾ പ്രസംഗിക്കാറുണ്ട്. സ്തോത്രം. ഞാനൊരു ചോദ്യം ഇവിടെ ചോദിക്കുക, കർത്താവ് ഇന്ന് വന്നാൽ എത്ര പേർ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ആരോടും കൈവക്കണ്ട. നമ്മൾ പലരും കൈവക്കും, പലരും കൈവക്കത്തില്ല. പക്ഷേ നമ്മുടെ ഹൃദയപരമായി നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമോ? കാരണം ആത്മീകത നമുക്കുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ഈ ആത്മീകത ഒരു ചട്ടക്കൂടിനകത്തായി മാറിയേക്കുക. ഒരു ചട്ടക്കൂടിനകത്താണ്. ആ ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ആത്മീയരാണ്. പക്ഷെ പലപ്പോഴും നാം പോലും അറിയാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്യാഗം. നമ്മൾ ആത്മീയരാണെന്ന് നമ്മൾ പറയും, പക്ഷെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പലപ്പോഴും നമുക്ക് ജീവിതം സംഭവിക്കുന്ന എന്താണ്? വിശ്വാസത്യാഗസന്ധിയും സംഭവിക്കുക. അപ്പോൾ കർത്താവിൻ്റെ വരവ് നിശ്ചയമായിട്ട് നടക്കും. ആ വരവിങ്കിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇന്ന് നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം വരുവാനുള്ള ലോകത്തെ പറ്റി പറയുമ്പോൾ വരുവാനുള്ള ലോകത്തിലേക്ക് നമ്മൾ എങ്ങനെ പോകണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ ആദ്യം ഓർപ്പിച്ചൊരു കാര്യം, നമ്മുടെ നിത്യത എന്ന വീക്ഷണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഈ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ലേഖനത്തിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചോട്ടെ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. എബ്രായ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ഉദ്ദേശമാണ്. എന്താണ് ഉദ്ദേശം എന്നറിയാമോ? നാം നാശത്തിലേക്ക്
പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ. അപ്പോൾ നാം ഏത് സൈഡിലാണ് നിൽക്കുന്നത്? നാം നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്. പക്ഷെ ഒരു സാധ്യതയുണ്ട്. എന്താ സാധ്യത എന്നറിയാമോ? പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകാൻ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ആ സാധ്യത നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിലേക്ക് പോകരുത് എന്ന് വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അതിന് കാരണം എന്താണെന്നറിയാമോ? ലേഖൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു മഹാപ്രതിഫലം ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരു പ്രതിഫലം ഉണ്ട് എന്നുള്ളത്? കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. വരുവാനുള്ളവൻ വരും. അത് കാലതാമസമില്ലാതെ വരും. ഞാൻ അങ്ങ് പറയുക, കാലതാമസമില്ലാതെ വരും. പക്ഷെ അവൻ വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എന്ത് ചെയ്യണം? അപ്പോൾ ദൈവമക്കളോട് ഒരു മുന്നറിയിപ്പ് അവിടെ പറയുക. എന്താ മുന്നറിയിപ്പ് എന്നറിയാമോ? നാം ഈ കൂട്ടത്തിലാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒന്നിന് സാധ്യതയുണ്ട്. എന്തിനാ സാധ്യത? നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എബ്രായ ലേഖൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകളെ ആരിലേക്ക് ഉയർത്തണം? യേശുവിങ്കിലേക്ക് എന്ത് ചെയ്യണം? ഉയർത്തണം. അപ്പോഴത്തെ ചോദ്യമായി, എന്തിനാ നിങ്ങൾ കണ്ണുകൾ യേശുവിങ്കിലേക്ക് ഉയർത്തുന്നത്? അതാണ് എബ്രായ ലേഖൻ 1-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. കാരണം ഒന്ന് മാത്രം, കർത്താവായ യേശു മറ്റാരെക്കാട്ടിലും ശ്രേഷ്ഠനായ ദൈവമാണ്. അപ്പോൾ നമ്മുടെ കണ്ണെന്തിനാ യേശുവിൽ ഉയർത്തേണ്ടത്? ഒറ്റ കാര്യം കൊണ്ടാണ്. ലോകത്തിൽ അവനെ കമ്പയർ ചെയ്യാൻ വേറെ ആരുമില്ല. എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുയർത്തണം. അപ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. എന്താണെന്നറിയാമോ? നമുക്കൊരു മുന്നറിയിപ്പ് നൽകാൻ. എന്താ മുന്നറിയിപ്പ്? നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ആകരുത്. നാം ആരുടെ കൂട്ടത്തിലാണ്? നാം ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ എബ്രായ ലേഖനത്തെ കൊണ്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് വാക്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ എബ്രായ ലേഖനത്തെ വളരെ ഇഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളുണ്ട്. അത് 1-2 പോയിൻ്റായിട്ട് പോയി നിങ്ങളൊക്കെ പലരും എഴുതിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശ്വാസ വീരന്മാരുടെ പട്ടിക നിങ്ങൾ നോക്കിയാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടിക. ആ പട്ടിക നോക്കിയാൽ അബ്രാഹാം എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവസന്നിധി വരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത രാഹാബ് എന്ന വേശ്യയെ പോലും ഉൾക്കൊണ്ടതാണ് ഏതെന്ന് പറയുന്നത് എബ്രായ ലേഖനം. അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധി വരുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത രാഹാബ് എന്ന വേശ്യ, അവൾ വിശ്വസിച്ച് ചെറിയൊരു കാര്യം ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ചെയ്തപ്പോൾ അവളുടെ വിശ്വാസത്തെ കണക്കിട്ട ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ പൊന്നു ദൈവമക്കളെ, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരൊറ്റ കാരണം നമ്മുടെ യോഗ്യതയും കൊണ്ടൊന്നും അല്ല. നമ്മളും രാഹാബിനെ പോലെ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു സഹോദരിയും സഹോദരന്മാരുടെ കൂട്ടത്തിലായിരുന്നു. പക്ഷേ നമ്മൾ വന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. ശ്രേഷ്ഠനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞത് കൊണ്ടാണ്. അപ്പൊ എബ്രായ ലേഖനം ഒന്നാമത് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അബ്രാഹാം മാത്രമല്ല, യോഗ്യതയില്ലാത്ത രാഹാബ് എന്ത് ചെയ്തിരിക്കുക? ഉൾക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എന്ന് പറയുന്നത് എബ്രായ ലേഖനം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ലേഖനം.
ഇങ്ങനെ നോക്കിയേ, 11-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ കാണുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടിക കാണുക. പട്ടിക പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് 3 നിബന്ധനകൾ പറയുക. 1, സകല ഭാരവും. 2, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. എങ്ങനെ തുടങ്ങുന്നത്? ആകയാൽ എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഇതെന്തൊക്കെയോ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ പറയുന്നത് 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ കാണുന്നത് എന്താണ്? വിശ്വാസ വീരന്മാരുടെ പട്ടിക. ഇത് പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്, നാം എവിടെ നിൽക്കുക? ഓട്ടക്കളത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഇത് ഓപ്ഷണൽ അല്ല. നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുക. ദൈവമക്കൾക്ക് ഇതെന്തല്ല, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഓടണം. അപ്പോൾ ലേഖനോട് പറയുകയാണ്, ഇത് ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഓടിയേ പറ്റൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓടുന്നത് ഒറ്റയ്ക്കല്ല. നിങ്ങൾ നോക്കിയ 11-ാം അധ്യായത്തിൽ ഇഷ്ടംപോലെ വിശ്വാസ വീരന്മാരെ അവിടെ എന്ത് ചെയ്തിരിക്കുക? കാണിച്ചിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ഇവരുടെ ഒക്കെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഇവർ എന്ത് ചെയ്തു? ഓടി. അവർ ഓട്ടം ഓടി എന്ത് ചെയ്തു? തികച്ചു. അതുകൊണ്ട് നിങ്ങൾ ഓടുന്നത് എങ്ങനല്ല, ഒറ്റയ്ക്കല്ല. ഇവരൊക്കെ എന്ത് ചെയ്തവരാ? അപ്പൊ അവർക്ക് ഓട്ടം ഓടി തികയ്ക്കാൻ കഴിയുമെങ്കിൽ എന്താ നമ്മളോട് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓട്ടമോടി തികയ്ക്കുവാൻ കഴിയും. പക്ഷെ ഇവിടെ ലേഖകൻ പറഞ്ഞ് ഏറ്റവും അടിവരയിടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വിശ്വാസ വീരന്മാരുടെ കഥകൾ ഇവിടെ പറഞ്ഞെങ്കിലും 12-ാം അധ്യായത്തിൽ താൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഓട്ടമോടി തികച്ചു. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ആരിലേക്കല്ല. ഹല്ലേലൂയ. നമ്മൾ പിന്നെ ആരിലേക്ക് നോക്കേണ്ടത്? അവിടെ പറയുന്ന 2 വാചകങ്ങളുണ്ട്. 1, വിശ്വാസത്തിന്റെ നായകനും 2, പൂർത്തി വരുത്തുന്നതിനുമായ. അപ്പം വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിലെ ഓട്ടം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ആരെ നോക്കിയാൽ? ഓട്ടം ഓടി വിശുദ്ധന്മാരും നമ്മൾ പറയുന്ന ആത്മീയരൊക്കെ നോക്കിയാൽ വഴി വെച്ച് എന്ത് ചെയ്യും? നമ്മുടെ പാസ്റ്റർമാരെ നോക്കിയാൽ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസികളെ നോക്കിയാൽ എന്ത് ചെയ്യും? ഇവരൊക്കെ ഓട്ടം ഓടിയവരാ, ഓട്ടം ഓടി പൂർത്തീകരിച്ചവരാ. പക്ഷെ ഇവരൊന്നും പൂർണ്ണരല്ല. ഇവരാരും പെർഫെക്റ്റ് അല്ല. അവിടെ ലേഖനം അണ്ടർലൈൻ ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരെയാണ് നോക്കേണ്ടത്? വിശ്വാസത്തിന്റെ, ഇംഗ്ലീഷിൽ ഹീ ഈസ് ദ ഓഥർ എന്നാ പറയുന്നത്. അവനാണ് അതിന്റെ ആര്? എന്തിന്റെ? വിശ്വാസത്തിന്റെ ഓഥർ. രണ്ടാമത്തെ കാര്യം പറയാം, ഹീ ഈസ് ദ പെർഫെക്റ്റർ എന്ന് പറഞ്ഞിട്ട് പറയാൻ കാരണം എന്തെന്നറിയാമോ? 11-ാം അധ്യായത്തിൽ കാണുന്ന ഇവരാരും എന്തല്ല. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെടുത്ത് ആരും നോക്കിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ പറയുന്ന കാര്യം, ആരാധിക്കാൻ നേരത്ത് അപ്പുറത്തിപ്പുറത്ത് എന്ത് ചെയ്യണ്ട. ഭാര്യ ആരാധിക്കുന്നുണ്ട്, ഭർത്താവ് ആരാധിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണ്ട? ബന്ധം ആരുമായിട്ടാ? ബന്ധം വ്യക്തിപരമായിട്ടാ. ബന്ധം വ്യക്തിപരമായിട്ടാ. ആ വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവർ അക്കരെ നാട്ടിൽ എത്തണമെങ്കിൽ നമ്മുടെ കണ്ണ് ആരിലേക്ക് ഉയർത്തിയിരിക്കാം? അത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം, നാം ഓടുന്നത് എങ്ങനല്ല, ഒറ്റയ്ക്കല്ല. വിശ്വാസികൾ വീരന്മാരുടെ ഓട്ടം തികച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരെ റോൾ മോഡൽ ഒന്നും ആക്കണ്ട. നിങ്ങളുടെ റോൾ മോഡൽ ആരാ? അപ്പോൾ എന്താ ലേഖകൻ പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ആണെങ്കിലും ഓട്ടമോടി തികയ്ക്കാൻ ഒരുവൻ നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി നിങ്ങൾക്ക് അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഇത് പോകാൻ കഴിയുമോ? നിങ്ങൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായി മാറണം. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും വിളിച്ച ദൈവമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അക്കരെ അവൻ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് വിശ്വാസത്തെ എന്ത് ചെയ്യുന്ന, വർദ്ധിപ്പിക്കുന്ന ലേഖനമാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഈ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നന്നായി ബന്ധിപ്പിക്കുന്ന ലേഖനമാണ്
എബ്രായ ലേഖനം. നിങ്ങൾ എബ്രായ ലേഖനം വായിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എബ്രായ ലേഖനം പഠിക്കുന്ന ഒരാൾക്ക് നന്നായി എബ്രായ ലേഖനം മനസ്സിലാകണം. ലേവ്യ പുസ്തകം നന്നായിട്ട് എന്ത് ചെയ്യണം. നന്നായി ലേവ്യ പുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ എബ്രായ ലേഖനം എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. കാരണം മഹാപുരോഹിതനെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും ഇതൊക്കെ പലതും പറഞ്ഞു വന്നിട്ട് പറയുകയാണ് ഇവരെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠനാണ് ആരെന്ന് പറയുന്നത്, യേശു ക്രിസ്തു. അപ്പോൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും വളരെ നന്നായി ബന്ധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത് എബ്രായ. അപ്പം 3 പോയിന്റ് ഞാനിവിടെ പറഞ്ഞു. ഒന്ന്, നമ്മുടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അബ്രഹാം മാത്രമല്ല, വേശ്യയായ രാഹാബിനെ ഉൾക്കൊണ്ടിരിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നന്നായി ബന്ധിപ്പിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇനി നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഇത് പ്രോത്സാഹനത്തിൻ്റെ ലേഖനം മാത്രമല്ല, മുന്നറിയിപ്പിൻ്റെ. നമ്മുടെ സ്വത്രമൊക്കെ പോയതുണ്ടോ? അപ്പോൾ പ്രോത്സാഹനത്തിൻ്റെ ലേഖനം മാത്രമല്ല, ഇതെന്തിൻ്റെയും കൂടാ ഒരൊറ്റ കാര്യം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ, എത്ര വലിയ രക്ഷ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ദൈവമക്കൾക്ക് ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകുന്ന ലേഖനമാണ് എന്ന് പറയുന്നത് എബ്രായ ലേഖനം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്മാറ്റത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തെന്നും വളരെ വ്യക്തമായി പറയുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. പിന്മാറ്റം, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ അപ്പോസ്റ്റസി എന്നാണ് വിളിക്കുന്നത്. അപ്പോസ്റ്റസി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ശിക്ഷ എന്താണെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. വിശ്വാസികളുടെ കൂട്ടായ്മയെ ഗണ്യമാക്കാതിരിക്കരുത് എന്നും പറയുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങളൊരു വാക്യം ഇവിടെ കണ്ടുണ്ടോ? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നിൽക്കട്ടെ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്. അപ്പോൾ ലേഖനം അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമക്കൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയെ നമ്മൾ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്നും കൂടെ പറയുന്ന ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത്. അത് എബ്രായ ലേഖന വിശ്വാസ കർത്താക്കളോട് പറയുന്ന ഒരു കാരണമുണ്ട്. നിങ്ങൾ എബ്രായ ലേഖനം പഠിച്ചാൽ കാണുന്നത് വളരെ തീഷ്ണതയോടെ ഇറങ്ങി പുറപ്പെട്ട ദൈവജനമാണ്. ആരെന്ന് പറയുന്നത് എബ്രായ. കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, ഇറങ്ങിയ നാളത്തെ തീഷ്ണതയൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന്. ശക്തമായി ദൈവത്തിന് വേണ്ടി എന്ത് കഷ്ടത വന്നാലും നിൽക്കാൻ തയ്യാറായി നിന്ന വിശ്വാസികളാണ് ആരെന്ന് പറയുന്നത്. നിങ്ങൾ ലേഖനം അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, തീഷ്ണതയൊക്കെ വർഷങ്ങൾ കഴിയുന്നതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞു വരിക. 5-ാം അധ്യായത്തിലേക്കൊക്കെ അടുത്ത് വരുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഭാഷയാണേ, എങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരാ? തീഷ്ണതയോടെ എന്ന് പറഞ്ഞ് എങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരാ? തീഷ്ണതയോടെ. അപ്പം ആ കാലമൊക്കെ നോക്കിയാൽ ഇപ്പം ആരാകേണ്ട സമയം കഴിഞ്ഞു, നന്നായി ദൈവവചനം പഠിപ്പിക്കേണ്ടേ. അപ്പം കാലം നോക്കിയാൽ പഠിപ്പിക്കേണ്ടവരാണെങ്കിൽ പോലും ഇപ്പം എന്ത് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും എന്താ ശിശുക്കളാണ്. എന്താ പഠിക്കുന്ന? ആദ്യ പാഠങ്ങൾ തന്നെ. കഴിഞ്ഞ ദിവസം നാട്ടിൽ ഒരാൾ പ്രസംഗിച്ച് ഇങ്ങനെ പറഞ്ഞു, 5000 രൂപ 5 വർഷം ബാങ്കിലിട്ട് അതിൻ്റെ പലിശയെങ്കിലും ഇത് രക്ഷിക്കപ്പെട്ട് 5 വർഷമാകും 10 വർഷമാകുമ്പം മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്നത് എന്ത് ചെയ്യുക? താഴോട്ട്. നമ്മുടെ ആത്മീയത അങ്ങനെയാണോ? അപ്പൊ കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ട സമയം കഴിഞ്ഞു. ഈ കട്ടിയായിട്ടുള്ള ആഹാരം ഒന്നും ദഹിക്കുന്നില്ല എങ്കിൽ പോലും കൂട്ടായ്മ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മുടക്കുന്നില്ല. എനിക്ക് വരുന്നുണ്ട്, വന്നു പോയിട്ടൊക്കെ ഉണ്ട്, കൂട്ടായ്മയൊക്കെ ഉണ്ട്. പിന്നെയും കുറച്ചുകൂടെ കാലം പോയപ്പോൾ അടുത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ്, ചിലർ സഭായോഗങ്ങളെ നേരത്തെ ഈ കട്ടിയായിട്ടുള്ള ദഹിക്കുന്നില്ലെങ്കിലും വന്ന് ഇരുന്നൊക്കെ എന്ത് ചെയ്യും, തരും. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചെന്നാ,
വന്ന് കൂട്ടായ്മയ്ക്ക് പോലും. അപ്പോൾ തീഷ്ണത എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ലേഖൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ദൈവമക്കളുടെ കൂട്ടായ്മയെ ഗണ്യമാക്കാതെ പോയാൽ, അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ അതിനെന്തുണ്ടാകും? ശിക്ഷ ഉണ്ടാകുമെന്ന് വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോത്സാഹനം തരുന്ന ലേഖനം മാത്രമല്ല, മറിച്ച് എന്താ, ഇത് മുന്നറിയിപ്പ് നൽകുന്ന നിങ്ങളുടെ ലേഖനമാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കരുത്. നാം ഓരോ ദിവസം തീഷ്ണതയോടെ എന്ത് ചെയ്യണം? ദൈവത്തിന് മുന്നേറണം. എന്താ കാരണം എന്നറിയാമോ? വരുവാനുള്ളവൻ നിശ്ചയമായിട്ടും വരും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്ത് ചെയ്യും? വന്നിരിക്കും. നമ്മൾ ആ ദൈവത്തിന്റെ കൂടെ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കരുത്? പിന്മാറ്റം എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. ഇന്ന് രാത്രിയിൽ വളരെ ശാന്തമായി എന്നെ കേൾക്കുമ്പോൾ ഈ മരുഭൂമിയുടെ മണ്ണിലിരുന്നു കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് ഇറങ്ങിയ നാളിലെ തീഷ്ണത ഇന്ന് നമുക്കുണ്ടോ? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് രൂപാന്തരത്തിന് ക്ലാസ്സുകളായി മാറണം. നമ്മൾ ചുമ്മാ 10 ദിവസം ബൈബിൾ സ്റ്റഡി കണ്ടക്ട് ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ ക്രെഡിറ്റ്, മറിച്ച് ക്രെഡിറ്റ് ഞാൻ ദൈവത്തിനോട് ഒന്നുകൂടെ അടുത്തെന്നുള്ളതാണ്. മനസ്സിലായോ? നിത്യത എന്ന കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നു എന്നുള്ളത് നമ്മുടെ ക്രെഡിറ്റ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഈ ദൈവവചനം പറയുമ്പോൾ നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവേ, ഞാൻ ആ തീഷ്ണതയിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാം, അതുണ്ടോ ഇല്ലെന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാം. നമ്മുടെ സഹോദരന്മാർ നമ്മളെ പള്ളു പറഞ്ഞതിൻ്റെ പേരിലല്ല, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കരഞ്ഞ ദിവസം എത്രയെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ ശബ്ദം കേട്ടോ? നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ പള്ളു പറഞ്ഞതിൻ്റെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടല്ല, അല്ല, മറിച്ച് കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ കരഞ്ഞ ദിവസം എന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അത് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമായി ബൈബിൾ സ്റ്റഡിയുടെ ആദ്യ ദിവസം ഞാനൊരു തീരുമാനം എടുക്കും, ഞാൻ ദൈവസ്ഥലിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ചുമ്മാ ഇന്നലെ വിശ്വാസി ഇറങ്ങിയവർക്ക് വേണ്ടി അല്ല എബ്രായ ലേഖനം എഴുതിയത്. ചരിത്രകാരന്മാർ പറയുന്നത് 35 മുതൽ 38 വർഷം വരെ വിശ്വാസത്തിന്റെ പാരമ്പര്യമുള്ളവർക്കാണ് എന്തെഴുതിയത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നിട്ട് എത്ര വർഷമായി? 38 വർഷമായവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾ ആരുടെ കൂട്ടത്തിലാകും? നശിക്കുന്നവരുടെ കൂട്ടത്തിൽ. നമുക്കും പറയാൻ ഇഷ്ടം പോലുണ്ട്. വിശ്വാസത്തിന്റെ പാരമ്പര്യം നമുക്ക് പറയാനുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ദൈവസഭയുടെ അംഗമാണെന്ന് പറയാറുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ദൈവസഭയിലെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഒറ്റ ചോദ്യം എബ്രായ ലേഖനത്തിന് മുൻപിൽ ഇരിക്കണം, ദൈവമായിട്ട് അതേ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ദൈവമായിട്ട് ആ ബന്ധം നമുക്കിന്നില്ല എങ്കിൽ ഇതിൻ്റെ ആദ്യ മണിക്കൂറുകൾ ദൈവമക്കളെ, ഒരു എളിയ സഹോദരൻ എന്ന രീതിയിൽ ഞാൻ ദൈവജനത്തോട് പറയാം, ഇന്ന് രാത്രി നമ്മൾ തീരുമാനമെടുക്കണം, കർത്താവേ, ഈ വചനത്തിന് മടങ്ങി വരാൻ ഞാൻ തയ്യാറാ. എനിക്കൊരൊറ്റ കാര്യം മതി, ഞാൻ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണം. അതുകൊണ്ട് എബ്രായ ലേഖനം നമ്മളോട് പറയുന്നത്, വിശ്വാസത്തിന്റെ പാരമ്പര്യമല്ല നമുക്ക് വേണ്ടത്, കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. യേശുവുമായിട്ടുള്ള ഹൃദയപരമായ ബന്ധമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്ന ശക്തമായൊരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇനി നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ ദൈവമക്കളുടെ അവസ്ഥയും കൂടെ ശ്രദ്ധിക്കണം. ഈ ദൈവമക്കളുടെ അവസ്ഥ മനസ്സിലായെങ്കിൽ മാത്രമേ എബ്രായ ലേഖനം മനസ്സിലാകത്തുള്ളൂ. 38 വർഷമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ എന്ത് ചെയ്തു? അറിഞ്ഞു, സേവിച്ചു. ഈ തീഷ്ണത പുറകോട്ട് പോകാൻ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം പീഡനം എന്ന് പറയുന്ന കാര്യമാണ്. എബ്രായ വിശ്വാസികൾ അന്ന് അനുഭവിച്ച പീഡനം എന്ന് പറയുന്നത് ലോകത്തിൽ പിന്നെ ഒരു ദൈവമക്കൾ എന്ത് ചെയ്തിട്ടില്ല, അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്കും കഠിനമായ പീഡനം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായി എബ്രായ ലേഖനത്തിൽ തന്നെ കാണാൻ കഴിയും. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് അവിടെ വളരെ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമുണ്ട്. 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ആരെങ്കിലും ഒരാളെന്ന് വായിച്ചാൽ കാണാൻ കഴിയും. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. മതി. അപ്പൊ രണ്ടാമത്തെ കാര്യം,
ഈ ദൈവമക്കളുടെ തീഷ്ണത കുറയാനുള്ള രണ്ടാമത്തെ കാര്യം സ്ട്രേഞ്ച് ടീച്ചിങ്സ് അല്ലെങ്കിൽ ഫാൾസ് ഡോക്ട്രിൻസ് ഏതിനകത്ത് കിടന്നു? സഭയ്ക്കകത്തേക്ക്. ഈ ഫാൾസ് ഡോക്ട്രിൻസ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് സഭയ്ക്കകത്ത് കിടന്ന ഏറ്റവും വലിയ തെറ്റായ ഉപദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്തെക്കുറിച്ച്, ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൽ ഒരു പഠിപ്പീരെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഏഞ്ചലിക് ബീയിങ്. അപ്പോൾ ഏഞ്ചലിക് ബീയിങ് ആണെന്ന് പറയുകയും എന്നാൽ യേശു ക്രിസ്തു ദൈവമല്ല എന്നും പറയുന്ന ഒരു പഠിപ്പീർ എവിടെ കടന്നു വന്നു? അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറയുന്ന ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാര്? ദൂതന്മാരെക്കാട്ടിലും. അത് യേശു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഒരു ഫാൾസ് ടീച്ചിങ് ആണ്. യേശു ആരാണ്? യേശുവിൻ്റെ ഡിവിനിറ്റി അവർ ചോദ്യം ചെയ്യുക. അപ്പോൾ ഇവരുടെ തീഷ്ണത കുറയാനുള്ള ഒരു കാരണം റോങ് ആയ ടീച്ചിങ്സ് ഏതിനകത്ത് വന്നു? സഭയ്ക്കകത്ത് വന്നു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പീഡനം ഈ ദൈവസഭയ്ക്കകത്ത് എന്ത് ചെയ്തു? ഈ പീഡനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ പീഡനമൊന്നുമല്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഗ്രാഹ്യമുണ്ടെന്ന് വിശ്വസിക്കുക. ഒരു 2-3 മുറ ഞാൻ പറയാം, നിങ്ങൾക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാൻ 2-3 മുറ ഞാൻ പറയാം. ഈ ദൈവമക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കൈയും കാലും 2 മരത്തെ ചേർത്ത് എന്ത് ചെയ്യും? എന്നിട്ട് ഈ 2 മരങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യും? ചേർത്ത് കെട്ടിയേക്കുക. എന്നിട്ട് കൈയും കാലും എന്ത് ചെയ്തേക്കുക? ആ മരത്തെ. എന്നിട്ട് ഈ 2 മരം ചേർത്ത് വെച്ചിരിക്കുന്ന കയർ എന്ത് ചെയ്യും? കണ്ടിച്ചു വിടും. സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കാൻ തുടങ്ങിയതുകൊണ്ട് സംഭവിച്ചത് ശരീരം 2 മരത്തിൽ കീറി എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ഒരു ഭാഗം ഒരു മരത്തേലും മറ്റേ ഭാഗം. ഇന്നലെ വരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ ഇന്ന് നോക്കുമ്പോൾ അവരുടെ ശരീരം എവിടെ തൂങ്ങിക്കിടക്കുക? ഇത്രയും വലിയ പീഡനമായിരുന്നു ആരനുഭവിച്ചത്? ദൈവമക്കൾ. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കും. ദൈവമക്കളെ വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കും. എന്നിട്ട് കൈകാലുകൾ കെട്ടിയിട്ട് റോഡിൽ കടത്തും. എന്നിട്ട് സൈന്യാധിപന്മാർ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ദൈവമക്കളുടെ ശരീരത്തിന് വയറിൻ്റെ മുകളിലൂടെ കുതിര ഓടിക്കും. സംഭവിക്കുന്നത് വയറ് പൊട്ടി കുടല് വെളിച്ചാടി ദൈവമക്കൾ അന്ന് ലോകത്തോട് വിട പറഞ്ഞു. വിശന്നിരിക്കുന്ന എലിയെ അവരുടെ മാറോട് ചേർത്ത് കെട്ടി തോലിനകത്ത് അവരെ കെട്ടി പാറയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ച് അതിനകത്തിരുന്ന് ചുരുങ്ങി ചുരുങ്ങി മരിക്കുക. ഈർച്ചവാളിനാൽ, ഈർച്ചവാളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? തടി ഇറക്കുന്ന ഒരാൾ ഒരു സൈഡിലും മറ്റൊരു മറ്റേ സൈഡിലും. തടി എങ്ങനെ ഇറക്കുന്നു അതുപോലെ ദൈവമക്കളുടെ ശരീരത്തെ എന്ത് ചെയ്യുക? ഇത്രയും പീഡനത്തിലൂടെ സഹിച്ചു പോയ ദൈവമക്കൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾ എന്തിനാ ഈ ദൈവത്തെ, ഞങ്ങൾ എന്തിനാ ഈ ദൈവത്തെ സേവിക്കുന്നത്? ഞങ്ങളുടെ പഴയ മതത്തിൽ ഞങ്ങൾ നിന്നാൽ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഈ പീഡനത്തിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. രണ്ടാമത്തെ കാര്യം, അന്നത്തെ കാലത്ത് ഒരു എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം ചെയ്താൽ ദൈവമക്കൾ സിനഗോഗിൽ വന്നൊരു കാര്യം പറയണം, യേശു ആരല്ല, ദൈവമല്ലെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് രക്ഷപ്പെടാം? ഈ പീഡനത്തിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം? അപ്പോൾ ഇത്രയും സഹിക്കുവാൻ കഴിയാത്ത പീഡനത്തിൻ്റെ നടുവിലൂടെ പോകുന്ന ദൈവമക്കൾക്ക് ഒറ്റ മാർഗ്ഗമുള്ളൂ രക്ഷപ്പെടാൻ. ആര് ദൈവമല്ലെന്ന് പറയണം. എന്നിട്ട് എങ്ങോട്ട് പോകണം? പഴയ മതത്തിലേക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്നുമല്ലാത്ത രീതിയിൽ നിൽക്കുക. പഴയ മതത്തിൽ പോണോ അതോ യേശുവിനെ വേണോ? യേശുവിനെ സഹിച്ചാൽ പീഡനം എന്ത് ചെയ്യണം? യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് രക്ഷപ്പെടാം? ഈ സമയത്തെ ലേഖകൻ അവരെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പഴയ മതത്തിൽ പോയാൽ നിങ്ങൾ ആരെയൊക്കെയാണ് കാണുന്നേ? പഴയ മതത്തിൽ പോയാൽ നിങ്ങൾ ദൂതന്മാരെ കാണും. പഴയ മതത്തിൽ പോയാൽ നിങ്ങൾ മോശയെ കാണും. പഴയ മതത്തിൽ പോയാൽ നിങ്ങൾ മൽക്കിസദേക്കിനെ കാണും. പഴയ മതത്തിൽ പോയാൽ നിങ്ങൾ അഹരോനെ കാണും. പഴയ മതത്തിൽ പോയാൽ നിങ്ങൾ പഴയ നിയമം കാണും. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠനായ ഒരുവൻ നിങ്ങളുടെ കൂടെ ഇന്നുണ്ട്. അവൻ ആരാണെന്നറിയാമോ? അവൻ കർത്താവായ യേശു ക്രിസ്തുവാ. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാമോ?
ഇന്നും നിങ്ങളുടെ കൂടെ പീഡനമുണ്ടെങ്കിലും പീഡനത്തെ തോൽപ്പിച്ച ഒരു ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ പകരും. അതുകൊണ്ട് പഴയ മതമല്ല ശ്രേഷ്ഠം, യേശുവാ ശ്രേഷ്ഠത. ഹല്ലേലൂയ. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഒന്ന് ദൈവം തരത്തില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടതയിലൂടെ പോയാലും അന്തിമ വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും. അതിന് കാരണം എന്തെന്നറിയാമോ? സകലത്തെ തോൽപ്പിച്ച ശ്രേഷ്ഠനായ ഒരുവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അവന്റെ പേരാ നാസറേയനായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവമക്കളോട് പറയുക, അവിടോട്ട് പോകണ്ട, എവിടെ നിന്നാ മതി, ഇവിടെ നിൽക്കുക. നമ്മുടെ വിഷയമല്ലെങ്കിൽ പൗലോസിനോട് പറയുന്നൊരു പദം ഞാനിവിടെ ഓർക്കുക, എൻ്റെ കൃപ. അടുത്ത പദം എങ്ങനാ? നിന്റെ ബലഹീനതയിൽ അതെന്ത് ചെയ്യുക? എന്താ പൗലോസിനോട് പറയുന്നത്? എൻ്റെ കൃപ. അതെന്താ സംഭവിക്കുന്നത്? എൻ്റെ ശക്തി ബലഹീനതയിൽ എന്ത് ചെയ്യും? തികഞ്ഞു വരുന്നു. അതിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ എഴുതിയേക്കുന്നോ, നിന്റെ ബലഹീനത തികഞ്ഞു വരുന്നല്ല, നിന്റെ ബലഹീനത പൊതിഞ്ഞു വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധി ആയിരിക്കാം, എന്നാൽ പ്രതിസന്ധിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി നിന്റെ മേൽ പൊതിഞ്ഞു വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞതിന്റെ അർത്ഥം കഷ്ടതയില്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, ജീവിതത്തിൽ പ്രയാസമില്ലെന്നല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനെക്കാട്ടിലും ശ്രേഷ്ഠനായ ഒരുവന്റെ ശക്തി നമ്മൾ പൊതിഞ്ഞു വരും. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് യേശുവിന്റെ സാന്നിധ്യം. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ് ആണെങ്കിലും ആത്മാവിൽ ഒരു കാര്യം ഞാൻ പറയാം, ആ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് പറയാമോ? ജീവിതത്തിലെ പീഡനമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും കഷ്ടതയാണെങ്കിലും എനിക്ക് യേശു അല്ലാതെ മറ്റാരും വേണ്ട. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശ്വാസികളോട് ലേഖകൻ പറയുക, മറ്റാരെക്കാട്ടിലും ശ്രേഷ്ഠനായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകേണ്ട, പഴയ മതത്തിലേക്ക് തീഷ്ണത കുറയണ്ട, തീഷ്ണതയോടെ നിന്നു. ഞാൻ ഒരു കാര്യം ദൈവമക്കളെ അടിവരയിട്ട് പറയാം, തീഷ്ണതയോടെ നിന്നാൽ പ്രതിസന്ധികൾ കൂടുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് വാ എല്ലാം തരാമെന്നൊന്നും ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല. സ്തോത്രം. കണക്കൊന്നും തോന്നരുതേ. ഇങ്ങോട്ട് വാ എല്ലാം തരാമെന്നൊന്നും ദൈവം, ആവശ്യമുള്ള ദൈവം എന്ത് ചെയ്യും? കഷ്ടതയും പ്രതിസന്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ നടുവിൽ ദൈവം നമ്മുടെ അടുത്ത കരന്ന് കൂടെ ഇരിക്കും. അതാ ദൈവവചനം പറയുന്ന അഷുറൻസ്. സ്തോത്രം. അതാ ദൈവവചനം പറയുന്ന അഷുറൻസ്. അപ്പൊ എബ്രായ വിശ്വാസികൾ അത് തന്നെയാ പറയുന്നത്, നിങ്ങളുടെ കൂടെ ആരുണ്ട്? ശ്രേഷ്ഠനായ ദൂതന്മാരെക്കാട്ടിലും മോശയെക്കാട്ടിലും അഹരോനെക്കാട്ടിലും മൽക്കിസദേക്കിനെക്കാട്ടിലും പഴയ നിയമത്തെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠനായ ആര് നിങ്ങളുടെ കൂടെയുണ്ട്? യേശു നിങ്ങളുടെ. അതുകൊണ്ട് ആരെ വിടരുത്, യേശുവിന് എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. മറ്റൊരു മധ്യസ്ഥൻ ഇല്ലെന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവോടെ പറയുന്നുണ്ട്. മധ്യസ്ഥൻ ആര് മാത്രമേ ഉള്ളൂ? കാരണം അവനാ ശ്രേഷ്ഠൻ. ഞാൻ ആ പദം ഇവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അവനാ ശ്രേഷ്ഠൻ, അവനാ ശ്രേഷ്ഠൻ. ആ യേശുവാണ് ശ്രേഷ്ഠൻ. ആ യേശുവിൻ്റെ ശ്രേഷ്ഠതയെ വളരെ വ്യക്തമായി വർണ്ണിക്കുക ഈ 13 അധ്യായങ്ങൾ. ഇതിനു ശേഷം നമ്മൾ ഈ ലേഖനത്തെ ഒന്ന് പഠിച്ചാൽ, ഞാൻ 1 മുതൽ 13 വരെ അധ്യായങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാൻ 3 പദങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. 3 പദങ്ങൾ, ഈ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ 3 പദങ്ങൾ ഞാൻ പറയാം. 3 പദങ്ങൾ. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് പുത്രൻ ദാസന്മാരെക്കാട്ടിലും വലിയവൻ. ഓർത്തിരിക്കാമല്ലോ, പുത്രൻ. ഇത് നിങ്ങൾ മറക്കരുത്, ഞാൻ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തില്ല, പക്ഷെ ഇത് മറക്കരുത്. പുത്രൻ ദാസന്മാരെക്കാട്ടിലും, സൺ ഈസ് ഗ്രേറ്റർ ദാൻ സെർവൻസ്. ദാസന്മാരെക്കാട്ടിലും. ആരെ ഈ ദാസന്മാർ? നിങ്ങൾ 1 മുതൽ 6 വരെ അധ്യായങ്ങൾ വായിച്ചാൽ ഈ ദാസന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അവിടെ പുരോഹിതന്മാരുണ്ട്,
പ്രവാചകന്മാരുണ്ട്, ദൂതന്മാരുണ്ട്, മോശയുണ്ട്, അഹരോനുണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഇവരെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠനാണ് ആരെന്ന് പറയുന്നത്? കർത്താവായ. അപ്പോൾ 1 മുതൽ 6 വരെ പറയുന്ന ചിന്ത എന്ന് പറയുന്നത് പുത്രൻ ആരെക്കാട്ടിലും വലിയവൻ, ദാസന്മാരെക്കാട്ടിലും വലിയവൻ. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പൊരുൾ നിഴലിനെക്കാട്ടിലും വലുത്. പൊരുൾ നിഴലിനെക്കാട്ടിലും സബ്സ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഷാഡോ. പൊരുൾ നിഴലിനെക്കാട്ടിലും. അത് 7 മുതൽ 10 വരെയുള്ള അധ്യായം നിങ്ങൾക്ക് കാണാം. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഈ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പൗരോഹിത്യം. അവിടെ ലേഖൻ വിശ്വാസികളോട് പറയുക, പഴയ മതത്തിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? പൗരോഹിത്യം. എന്നാൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതാരാ? കർത്താവായ. അപ്പോൾ പഴയ മതത്തിൽ പോകണോ, ഈ മതത്തിൽ ഇവിടെ നിൽക്കണോ? രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഓൾഡ് കവനന്റ്, പഴയ നിയമം. പഴയ നിയമത്തെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒരു പുതിയ നിയമം ആരുണ്ട്? അത് കർത്താവായ യേശു ക്രിസ്തുവാ. ആ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്ന സാക്രിഫൈസസ്, യാഗങ്ങൾ. പഴയ നിയമത്തെ യാഗങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് പറയുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യാഗമുണ്ട്. അതായത് യാഗമെന്നറിയാമോ? 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന. അപ്പോൾ പഴയ നിയമത്തിലെ സകല നിഴലിനെ എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ് പൊരുളായ ക്രിസ്തു എന്തുണ്ട് നിങ്ങളുടെ കൂടെ. പൊരുളായ ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഈ പഴയ നിയമ നിഴലിലേക്ക് പോകുന്നത്? ആരാ നിങ്ങളുടെ കൂടെ ഉള്ളത്? ക്രിസ്തു. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് പറയുന്നത് പൊരുൾ നിഴലിനെക്കാട്ടിലും വലുത്. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ കാണാൻ കഴിയും. 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ ഒരൊറ്റ പദമാണ് പറയുന്നത് പ്രസോൺ, മുന്നോട്ട് ആയുക. മുന്നോട്ടായുക, പ്രസോൺ. ഈ പദമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസത്താല. അബ്രഹാമിനെയൊക്കെ എടുത്തു വെച്ചിട്ട് പറയുകയാണ് അവരും രക്ഷിക്കപ്പെട്ടത് എങ്ങനെ? അവരും നീതീകരിക്കപ്പെട്ടത് എങ്ങനെ? നിങ്ങളും നീതീകരിക്കപ്പെട്ടത് എങ്ങനെ? ആരുള്ള വിശ്വാസത്താൽ? യേശു ക്രിസ്തുവിലുള്ള. അതുകൊണ്ട് നിങ്ങളുടെ ഫോക്കസ് ആരിലേക്കായിരിക്കണം? യേശുവിങ്കിലേക്കാകണം. അപ്പോൾ യേശുവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുൻപോട്ട്. ആ മുൻപോട്ട് ആയുമ്പോൾ നിങ്ങളുടെ കണ്ണ് ആരിലേക്കാകണം? എബ്രായ ലേഖനം പറയുന്നത് നിങ്ങളുടെ കണ്ണ് യേശുവിങ്കിലേക്ക് ഉയർത്തുക. ടു ഫിക്സ് യുവർ ഐസ് അപ്പോൺ ജീസസ് ക്രൈസ്റ്റ് എന്നാ പറയുക. ഫിക്സ് എന്നാ പറയുന്നത്. അതിന്റെ മൂല ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ 2 കണ്ണും ആരിലേക്ക് ഉയർത്തണം. എന്തുകൊണ്ട് ഈ 2 കണ്ണ് യേശുവിലേക്ക് ഉയർത്താൻ പറയുന്നത്? ഈ പശ്ചാത്തലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു കണ്ണുകൊണ്ട് ആരെ നോക്കും? യേശുവിനെ എന്ത് ചെയ്യും? മറ്റേ കണ്ണുകൊണ്ട് എവിടോട്ട് നോക്കും? പഴയ മതത്തിലോട്ട്. അവിടെ പോണോ, ഇവിടെ നിൽക്കണോ? അവിടെ ലേഖൻ പറയുക 2 കണ്ണ് ഒരുവനേക്ക് ഉയർത്തുക, യേശുവിലേക്ക് ഉയർത്തുക. നിങ്ങൾ 1-ാം അധ്യായം മുതൽ എവിടൊക്കെ ഈ ഫിക്സ് അപ്പോൾ യേശുവിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ടു ഫിക്സ് യുവർ 2 eyes upon. ഇത് എബ്രായ വിശ്വാസിയോട് പറയുമെങ്കിലും നമ്മളോട് ഇത് ഭയങ്കര ബാധ, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് കാര്യം നമ്മളോടും. നമ്മുടെ 2 കണ്ണ് യേശുവിലാണോ? സ്തോത്രം. പലപ്പോഴും നമ്മുടെ പല കണ്ണുകളും ലോകത്തിലേക്കാണ്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ പണത്തിലേക്കാണ്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നമ്മുടെ എബിലിറ്റിയിലേക്കാണ്, നമ്മുടെ ടാലൻസിലാണ്. ഒരു കണ്ണുകൊണ്ട് നമ്മൾ ആരിലും നോക്കും. ഞാൻ എൻ്റെ സ്റ്റേജുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധി വരിക എന്ന് പറയുന്നത് നമ്മുടെ 19ാമത്തെ അടവാണ്. ദൈവസന്നിധി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിച്ച പണി 18. ഇതൊന്നും നടന്നില്ലെങ്കിൽ വരുന്ന പണി എവിടെ വരുന്നത്? പക്ഷെ എബ്രായ ലേഖനം പറയുന്നത് എന്നാണെന്നറിയോ? ആദ്യത്തെ പണി എന്തായിരിക്കണം? ആദ്യത്തെ പണി എന്തായിരിക്കണം? നിങ്ങൾ എന്നോട് ചേർന്ന് പറഞ്ഞേ, ആരിലേക്ക് നോക്കണം? യേശുവിലേക്ക് എന്ത് ചെയ്യണം? സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് എബ്രായ വിശ്വാസികളോട് മാത്രമല്ല പറയുന്നത്. കുവൈറ്റിലുള്ള ദൈവജനത്തോട്, എന്നോടും നമ്മളോടും പറയുന്ന ഒരു കാര്യം, 2 കണ്ണും ആരിൽ ഉയർത്തണം. ഞാൻ ദൈവമക്കളോടൊരു കാര്യം, നമ്മുടെ ഏത് പ്രയാസം നടുവിൽ 1-ാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ
ദൈവം ആ കാര്യം കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ദൈവം കൈകാര്യം ചെയ്താൽ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല. ദൈവം അതിനെ ഏറ്റെടുത്തു തുടങ്ങിയാൽ മനുഷ്യൻ ഏറ്റെടുക്കുന്ന പോലെ അല്ല. ദൈവം അതിൻ്റെ വഴികളെ തുറന്നാൽ മനുഷ്യൻ ഏറ്റെടുക്കുന്ന പോലെ അല്ല. അവിടെ നമ്മുടെ ബുദ്ധിക്കപ്പുറമായി ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യാൻ കാണും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആദ്യമായി ദൈവവചനത്തിന് ആത്മാവിലൊരു കാര്യം പറയാം. നമ്മുടെ 2 കണ്ണ് ഉയർത്തേണ്ടത് കർത്താവായ യേശുവിലേക്ക് ഉയർത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിപ്രായ വിശ്വാസത്തിൽ പറയാം, നിങ്ങളുടെ 2 കണ്ണ് ആരിലേക്ക് ഉയർത്തണം? യേശുവിലേക്ക് എന്ത് ചെയ്യണം? ഉയർത്തണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക. ഞാൻ 3-4 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എബ്രായ ലേഖനം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പശ്ചാത്തലം എന്തെന്ന് നിങ്ങൾക്ക് ഓർഡർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 4-മത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് പറഞ്ഞത്. 3 പദങ്ങൾ ഓർമ്മയുണ്ടോ? 1, പുത്രൻ ആരെക്കാളും വലിയവൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ദാസനെക്കാട്ടിലും. 2, പൊരുൾ നിഴലിനെക്കാട്ടിലും. 3, മുന്നോട്ട് എന്ത് ചെയ്യുക? ആയുക. ഈ ഔട്ട്ലൈൻ നിങ്ങൾ മറക്കരുത്. ഇതാണ് 13 അധ്യായം എന്ന് പറയുന്നത്. ഓരോ അധ്യായം വെച്ച് പറഞ്ഞാൽ നമ്മൾ മറക്കുമെന്നറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആരെയും മറന്നു പോകാതിരിക്കാൻ ഈ 3 പദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ എല്ലാം പറയുന്ന ഒരൊറ്റ കാര്യം, കർത്താവായ യേശു ക്രിസ്തു ആരാ? ശ്രേഷ്ഠന്. ഒരു വേഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു ചോദ്യമുണ്ട്, ഇതാരാണ് എഴുതിയത്? ഞാനത് പറഞ്ഞപ്പോഴേ നമ്മുടെയൊക്കെ കണ്ണ് നന്നായി പ്രകാശിച്ചു. ഇതാരാ എഴുതിയെന്നുള്ളത് ഇന്നും വേദപഠിതാക്കളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമാണ്. പലരും പറയുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് പൗലോസ് എന്ത് ചെയ്തു? എഴുതി. ഈ പൗലോസ് എഴുതി എന്ന് പറയാനുള്ള കാരണം ഏറ്റവും അവസാനത്തെ അധ്യായത്തെ ബേസ് ചെയ്താണ്. കാരണം പൗലോസിൻ്റെ ഭാഷയുടെ ഒരു ശൈലിയൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയും? 13-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ, അവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, ഇവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവസാനം കൃപ നിങ്ങളോടെല്ലാം കൂടെ ഇരിക്കട്ടെ എന്നെന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഇറ്റലിക്കാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പൗലോസുമായിട്ട് അതിനെക്കാട്ടിലൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിമത്യോസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലേഖകൻ്റെ പ്രത്യേകത ആരെ അറിയാവുന്നതിനാ? തിമത്യോസിനെ അറിയാവുന്ന. അപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യം ആരെഴുതപ്പെട്ടെന്നാ? പൗലോസിനാൽ എഴുതപ്പെട്ടു എന്നുള്ള. എന്നാൽ വേദപഠിതാക്കളെല്ലാവരും അതിനെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. കാരണം 2 രീതിയാണ്. ആ ഒരു അവസാന ഭാഗം മാത്രമേ ഉള്ളൂ പൗലോസിൻ്റെ ഒരു ലിറ്റററി സ്റ്റൈൽ, ഒരു എഴുത്ത് ശൈലി നമുക്ക് എവിടെ കാണാൻ കഴിയത്തുള്ളൂ? എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ മറ്റു ചിലരുടെ അഭിപ്രായം, എല്ലാവരും ഏറ്റവും കൂടുതൽ പൗലോസ് എന്ന് പറയുമ്പോൾ അടുത്ത ഒരു കൂട്ടർ പറയുന്നത് ഇത് അപ്പല്ലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണെന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. ഈ അപ്പല്ലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണെന്ന് പറയാൻ കാരണം, അപ്പല്ലോസ് യവന ഭാഷ നന്നായി കൈകാര്യം ചെയ്ത, എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഗ്രീക്ക് നന്നായി കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? പ്രത്യേകിച്ച് പുള്ളിയെക്കുറിച്ച് പറഞ്ഞ പുള്ളി വാത്മീകിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തറമായിരുന്നു ഇതിനകത്ത്. ഇനി ഗ്രീക്കിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ യവന ഭാഷയെ പറഞ്ഞാൽ 2 തരത്തിലുള്ള ഗ്രീക്കിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഹെലനിസ്റ്റിക് ഗ്രീക്ക് എന്നും, രണ്ടാമത്തത് കൊയിനെ ഗ്രീക്ക് എന്നും പറയുന്ന 2 ഗ്രീക്ക്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പം ഹെലനിസ്റ്റിക് ഗ്രീക്ക് എന്നും രണ്ടാമതാണ് കൊയിനെ ഗ്രീക്കും. നമുക്ക് ഇതൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമുക്ക് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഹെലനിസ്റ്റിക് ഗ്രീക്ക് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകും പറഞ്ഞ് നല്ല യൂണിവേഴ്സിറ്റി ഭാഷയാണ് എന്ന് പറഞ്ഞാൽ നല്ല എഴുത്ത് സ്ഫുടതയുള്ള നല്ല ഒന്നാന്തരം ഭാഷയാണ് എന്ന് പറയുന്നത് ഹെലനിസ്റ്റിക്. ഈ കൊയിനെ ഭാഷയുടെ ഗ്രീക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ, ആവറേജ് ആൾക്കാർ പറയുന്ന ഒരു ഭാഷയാണ് എന്ന് പറയുന്നത്. ഈ അവസാനത്തെ അധ്യായങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ നന്നായി മൂലഭാഷയിൽ പഠിച്ചാൽ നല്ല ഒന്നാന്തരമായിട്ട് ഗ്രീക്ക് നന്നായി ഭാഷ ഉപയോഗിച്ച് എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ പറയുന്നത്, ഇത് ബുക്ക് ഓഫ് ഹീബ്രൂസ് എന്നല്ല, ദ ലെറ്റർ ടു ദ ബുക്ക് ഓഫ്, അല്ലെങ്കിൽ ദ ലെറ്റർ ടു ദ ഹീബ്രൂസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം. എബ്രായർക്ക് എഴുതപ്പെട്ട, അതുകൊണ്ട് പലരും പറയാറുണ്ട് ഇത് എബ്രായ ഭാഷയിൽ അല്ല, ഇത് എബ്രായ ഭാഷയിലല്ല എഴുതിയത്. ഇതേത് ഭാഷയിൽ എഴുതിയത്? ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ
അപ്പല്ലോസ് എന്ന് പറയുന്ന വ്യക്തി നന്നായി ഒരു വാത്മീകിയായതുകൊണ്ട് ഒരു കൂട്ടം മതപഠിതാക്കൾ പറയുന്നത് ഇതാരെഴുതിയതാ? അപ്പല്ലോസ്. ഇനി അവിടെ തീരുന്നില്ല. ചിലർ പറയുന്നു ഇത് ബർന്നബാസിനാൽ എഴുതപ്പെട്ടതാ, ചിലർ പറയുന്നത് ലൂക്കിൻ എഴുതപ്പെട്ടതാ, ചിലർ പറയുന്നത് പ്രിസ്കില്ല എഴുതുക. ഇങ്ങനെ പലരായിട്ട് എഴുതപ്പെട്ടതാണെന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. എന്നാൽ പാരമ്പര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആരെ എഴുതിയെന്നാ? പൗലോസ് എഴുതപ്പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ അതിനകത്ത് ഒരു സ്റ്റാൻഡും പറയാം, ഞാനിങ്ങനെ അങ്ങ് പറയുക. അപ്പോൾ ഇവരൊക്കെ എഴുതപ്പെട്ട് ഇവരൊക്കെയാൽ എഴുതപ്പെട്ടു എന്ന് പലരും എന്ത് ചെയ്യുന്നു പറയുന്നു. നമുക്കറിയത്തില്ല ആരാലാണ്. ഒറുകണ്ട ഭാഷയിൽ പറഞ്ഞാൽ ഒൺലി ഗോഡ് നോസ്. ഒറുകണ്ട ഭാഷ പറഞ്ഞാൽ ഉള്ളി ദൈവത്തിന് മാത്രം അറിയാം ആരാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആരെഴുതിയാലും ആരെഴുതിയില്ലേലും ഒരാളുടെ ശ്രേഷ്ഠത പറയുന്നതായുണ്ട്. ആരാണ് ഇവിടെ എഴുത്തുകാരെന്നുള്ളത് അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നുള്ളത്. പ്രീസലോ. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ലേഖനമാണ് എന്ന് പറയുന്നത് എബ്രായർ. ഇനി ഞാൻ വേഗത്തിൽ നമ്മുടെ ചില കാര്യങ്ങളിലേക്ക് കടന്ന് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് 7 മുന്നറിയിപ്പുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ മുന്നറിയിപ്പുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ തുടർന്നുള്ള ബൈബിൾ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം. 7 മുന്നറിയിപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്യുക. 2-ാം അധ്യായത്തിലാണ് കാണുന്നത്. രക്ഷ അഗണ്യമാക്കരുത്. രക്ഷ എന്ത് ചെയ്യരുത്? അഗണ്യമാക്കരുത്. അതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. 2-ാമത്തെ മുന്നറിയിപ്പ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. അതാണ് നമുക്ക് കാണാവുന്ന 2-ാമത്തെ മുന്നറിയിപ്പ്. 3-ാമത്തത് സ്വസ്ഥത നഷ്ടം ആക്കരുത്. 3-ാമത്തെ മുന്നറിയിപ്പാണ് സ്വസ്ഥത എന്ത് ചെയ്യരുത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. രക്ഷ അഗണ്യമാക്കരുത്. 2 ഹൃദയം കഠിനമാക്കരുത്. 3 സ്വസ്ഥത നഷ്ടമാക്കരുത്. 4-ാമത്തത് വളർച്ച മുരടിക്കരുത്. അത് നമുക്ക് കാണാൻ കഴിയുന്ന 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും 6-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. വളർച്ച എന്ത് ചെയ്ത്? മുരടിക്കരുത്. ഇനി 5-ാമത്തെ എന്ന് പറയുന്നത് മനഃപൂർവം പാപം ചെയ്യരുത്. മനഃപൂർവം പാപം എന്ത് ചെയ്യരുത്? ചെയ്യരുത്. അതാണ് നമുക്ക് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6-ാമത്തേതാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നാശത്തിലേക്ക് പിന്മാറരുത്. നാശത്തിലേക്ക് എന്ത് ചെയ്യരുത്? പിന്മാറരുത്. 7-ാമത്തെ കാര്യം അരുളി ചെയ്തവനെ നിരസിക്കരുത്. അരുളി ചെയ്തവനെ പ്രത്യേകിച്ച് 7-ാമത്തെ മുന്നറിയിപ്പ് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ക്ഷമിക്കാത്ത ഒരു പാപമുണ്ടെങ്കിൽ ആരെ നിരസിക്കുന്നതാ? മനുഷ്യപുത്രനെ. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കാത്ത ഒരു പാപമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നിരസിക്കുന്നതാണ് ദൈവം എന്ത് ചെയ്തത്? ദൈവം ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് 7-ാമത്തെ പാപം എന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അരുളി ചെയ്തവനെ എന്ത് ചെയ്യരുത്. അപ്പൊ 7 മുന്നറിയിപ്പുകളാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ഒന്നുകൂടെ വേഗത്തിൽ പറയാം. രക്ഷ അഗണ്യമാക്കരുത്. 2 ഹൃദയം കഠിനമാക്കരുത്. 3 സ്വസ്ഥത നഷ്ടമാക്കരുത്. 4 വളർച്ച മുരടിക്കരുത്. 5 മനഃപൂർവ്വം പാപം ചെയ്യരുത്. 6 നാശത്തിലേക്ക് പിന്മാറരുത്. 7 അരുളി ചെയ്തവനെ. ഈ മുന്നറിയിപ്പിലൂടെ നമ്മൾ ദൈവവചനം പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇത്രയും നേരം പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 നമ്മൾ എന്താ ചിന്തിച്ചത്? എന്താണ് ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം? 2 എന്താണ് എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകതകൾ, അത് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? 3 എന്താ നമ്മൾ ചിന്തിച്ചത്? ഈ ലേഖനത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം എന്ത് ചെയ്തു നമ്മൾ ചിന്തിച്ചു. 4-ാമത്തെ കാര്യം ഇതിൻ്റെ ഔട്ട്ലൈൻ എന്ത് ചെയ്തു? ചിന്തിച്ചു. അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്നപ്പോൾ കണ്ടത് 7 മുന്നറിയിപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടു. നമുക്ക് 1-ാമത്തെ ഭാഗത്തിലേക്ക് കടന്ന് നമുക്ക് വേഗത്തിൽ ആ വാക്യം വായിച്ച് അതിൻ്റെ തുടക്കമിട്ടിട്ട് നമുക്ക് ഇന്നത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും
ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ആ പദം ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ. അപ്പോൾ ഒന്നാമത്തെ മുന്നറിയിപ്പാണ്, ഈ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യരുത്, ഗണ്യമാക്കാതെ പോകരുത്. പക്ഷെ ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക, 2-ാം അധ്യായം. അതുകൊണ്ട്. അപ്പോൾ ചോദ്യമാണ്, ഏതുകൊണ്ട്? ഒരു കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, 2-ാം അധ്യായത്തിലേക്ക് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് വല്ലപ്പോഴും. അപ്പോൾ ഏതുകൊണ്ടെന്ന് നമ്മൾ വേഗത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ രക്ഷയുടെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ത് ചെയ്തു? പ്രവാചകന്മാർ മുഖാന്തരം, പിതാക്കന്മാർ മുഖാന്തരം ഒക്കെ എന്ത് ചെയ്തു? നമ്മോട് എന്ത് ചെയ്തു? പക്ഷെ ഇന്നെങ്ങനെ? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് എന്ത് ചെയ്തു? അപ്പൊ ലേഖനോട് പറയുകയാണ്, പണ്ട് കാലത്തെ നിങ്ങൾ നോക്കിയാൽ ദൈവം നമ്മോട് അരുളി ചെയ്ത വിധങ്ങൾ പലതായിരുന്നു. അത് പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പല ആൾക്കാരിലൂടെ ദൈവം എന്ത് ചെയ്തു? വെളിപ്പാടുകളിലൂടെ ഒക്കെ ദൈവം നമ്മോട് എന്ത് ചെയ്തു? എന്നാൽ ഇന്ന് നമ്മൾ അരുളി ചെയ്യുന്നത് ഇതിലോടൊന്നുമല്ല. നമ്മുടെ മുന്നിൽ ഒരാളെ വരച്ചു കാട്ടിരിക്കുക. ആരെയാണെന്നറിയാമോ? കർത്താവായ. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് വരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ രക്ഷ എന്ത് ചെയ്യരുത്. അപ്പോൾ പണ്ട് നിങ്ങളോട് അരുളി ചെയ്തത് എങ്ങനാ? ഈ വിവിധ മാർഗങ്ങളിലൂടെ. പക്ഷെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വരച്ച് ആരെ കാട്ടിയിരിക്കുക? കർത്താവായ യേശു ക്രിസ്തുവിനെ അതുപോലെ എന്ത് ചെയ്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ രക്ഷ എന്ത് ചെയ്യരുത്, ഗണ്യമാക്കാതെ. പക്ഷെ 2-ാം അധ്യായത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ അത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ചെയ്തത്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനത് വിവരിക്കുന്നില്ല, പക്ഷെ പോയിന്റ് പറഞ്ഞുതരാം. 1-ാമത്തെ കാര്യം, യേശുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. 2-ാമത്, ആരാണ് യേശു എന്ന 7 കാര്യങ്ങളൂടെ പറയുക. 1-ാമത്തെ കാര്യം, യേശു എന്ന് പറയുന്നത് അവൻ അവകാശിയാണ്. 1-ാമത്തെ കാര്യം പറയാം, യേശു ആരാണ്? ദൈവമക്കളെ, ഈ ലോകത്തിന്റെ സകലത്തിന്റെ അവകാശി ആരാ? കർത്താവായ യേശു. എന്നാൽ ആ അവകാശത്തിന്റെ എപ്പിട്ടം ആരാമെന്നറിയാമോ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാന്നറിയാമോ? നമ്മൾ ഓരോരുത്തരുമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞവരാണ് അവന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയാം, അവന്റെ അവകാശം എന്ന് പറയുന്നത് ആരാ? അവന്റെ ജനമാ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്ന ആരാ? നമ്മളാ. സ്തോത്രം പറയാത്തവർക്ക് കഴിയും. നമ്മളാ ദൈവത്തിന്റെ അവകാശികൾ. അപ്പോൾ ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, അവൻ ആരാകുന്നു? അവൻ അവകാശിയാകുന്നു. 2-ാമത്തെ കാര്യം പറയുകയാണ്, അവൻ സൃഷ്ടിതാവാകുന്നു. അപ്പോൾ 1 അവകാശി, 2 അവൻ സൃഷ്ടി. ഞാൻ വിവരിക്കുന്നില്ല. 2 അവൻ സൃഷ്ടിതാവ്. 3-ാമത്തെ കാര്യം പറയുകയാണ്, അവൻ തേജസ്സിന്റെ പ്രഭ. 2 പദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നത് ഹീ ഈസ് ദ റേഡിയേറ്റർ. റിഫ്ലക്ഷൻ എന്നല്ല പറയുന്നത്, ആരാ? റേഡിയേറ്റർ എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്, പുതിയ യെരുശലേമിൽ എന്തില്ല? സൂര്യനില്ല, ചന്ദ്രനും വേണ്ട. കാരണം അതിൻ്റെ പ്രകാശം ആരാ? കർത്താവായ. ഇനി എന്തുകൊണ്ടാണ് ലേഖകൻ ഈ വിശ്വാസികളോട് പറയുന്നത് അറിയാമോ? ഇവനാ തേജസ്സിന്റെ പ്രഭയെന്ന്. ഇവരേത് മാർഗത്തിൽ നിന്ന് വന്നവരാ? യഹൂദ മാർഗത്തിൽ നിന്ന്. ഇവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3ആയിട്ട് അതിനെന്ത് ചെയ്യുന്നു? 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളിൽ ഒന്നാണ് പൊൻ നിലവിളക്കുകൾ. എന്തിനാണെന്നറിയാമോ? അവിടെ എന്ത് ലഭിക്കാൻ വേണ്ടി? പ്രകാശം ലഭിക്കാൻ വേണ്ടി. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വിളക്കും
പക്ഷെ അവിടെ പ്രകാശമാക്കുന്ന ഒന്നുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അത് വെച്ചുകൊണ്ട് എബ്രായ വിശ്വാസിയോട് പറയുക, അവിടെ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടല്ലോ, അവിടെ അനുഭവിക്കുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചമാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്ന്. എന്നിട്ട് ചോദിക്കുക, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഹല്ലേലൂയ. എന്റെ പൊന്ന് ദൈവമക്കളെ, ആ വെളിച്ചമാണ് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്തും പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ. ആ വെളിച്ചം ഇറങ്ങിയെടുത്ത് ദൈവത്തിന്റെ വിടുതലുണ്ടെന്നേ, ആ വെളിച്ചം ഇറങ്ങിയെടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നേ, ആ വെളിച്ചം ഇറങ്ങിയെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്നേ, അത് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് രാത്രിയുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് പറയുക, പഴയ മതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അത് നിങ്ങൾക്കല്ല കാണാൻ കഴിയുന്ന. ആർക്കാ കാണുന്നത്? മഹാപുരോഹിതന് മാത്രമാണ്. അത് എന്ന് വർഷത്തിൽ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചു. എന്താ ഭാഗ്യം എന്നറിയാമോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന വെളിച്ചം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വാക്ക് വിളിച്ചാൽ അവിടെ ഇറങ്ങി വരുന്ന വെളിച്ചം എന്ന് പറയുന്നത്, ആ വെളിച്ചത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവമക്കളെ, ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഒരു കാര്യം, ആ വെളിച്ചം നിങ്ങൾ വിളിക്കുന്നിടത്ത് വരുന്നതാണ്. നിങ്ങൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന വെളിച്ചം. ഇന്ന് രാത്രി ആ വെളിച്ചം അനുഭവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറയാമോ, കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ആ വെളിച്ചത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം. ശതരമനഘടഗതിയ ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഹൃദയങ്ങളെ ഭേദിക്കട്ടെ. ഇരുളിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ഇല്ലാതാക്കട്ടെ. യേശുവിന്റെ ആ വെളിച്ചത്തിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ശതരമനഘടഗതി. അപ്പൊ എബ്രായ വിശ്വാസികൾ പറയും, അവൻ ആരാന്നറിയാം? അവൻ തേജസ്സിന്റെ എന്താ? പ്രഭയാ. പഴയത്ത് മഹാപുരോഹിതന്മാർക്ക് മാത്രം കാണാൻ കഴിയുന്നത് ഇന്ന് ആ തിരശ്ശീല ദൈവം രണ്ടായി കീറി ദൈവജനത്തിന് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. അത് അവർ വർഷത്തിൽ ഒരിക്കൽ അതിനുവേണ്ടി കാത്തിരിക്കണമായിരുന്നു. എന്നാൽ നീ വിളിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം പറയുക, അവൻ തേജസ്സിന്റെ. നാലാമത്തെ കാര്യം പറയും, അവൻ തത്വത്തിന്റെ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന യഥാർത്ഥ പദം എന്ന് പറയുന്നത് സീൽ എന്ന, അല്ലെങ്കിൽ സ്റ്റാമ്പ് എന്ന. എന്താ സ്റ്റാമ്പിന്റെ പ്രത്യേകത? നമ്മളൊരു കാര്യം സ്റ്റാമ്പ് ചെയ്താൽ ആ ഇമേജ് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് ആരെ കാണിച്ചു തരണം? ദൈവം പറഞ്ഞോ, യേശു പറഞ്ഞോ, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോ? മറിച്ച് എന്താ പറഞ്ഞത്? എന്നെ കാണുന്നത് എന്ത് ചെയ്യുന്നു? പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ ആരാന്നറിയോ? തത്വത്തിൻ്റെ. അഞ്ചാമത്തെ കാര്യം പറയാം, അവൻ സകലത്തെ എന്ത് ചെയ്യുന്നവനാ? വഹിക്കുന്നവനാ. സകലത്തെ എന്ത് ചെയ്യുന്നവനാ? യേശു ആരാ? സകലത്തെയും വഹിക്കുന്നവൻ. എന്നിട്ട് പറയും, എങ്ങനെയാ വഹിക്കുന്നത്? തന്റെ വചനത്താൽ എന്ത് ചെയ്യുക? അപ്പോൾ ലേഖനം അവിടെ വളരെ വ്യക്തമായി എബ്രായ വിശ്വാസികളോട് പറയുക, നമ്മെ ഓരോരുത്തരും വഹിക്കുന്നവനായ കർത്താവ് ആരുടെ കൂടെ ഉള്ളത്? ഇനി എങ്ങനെയാ വഹിക്കുന്നത്? വചനത്തിന്റെ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ പഠിക്കുന്ന ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇത് വചനമായി വെളിപ്പെട്ടാൽ അത് നമ്മുടെ ആത്മാവിന് വിടുതല. വചനമായി വെളിപ്പെട്ടാൽ അത് ദൈവജനത്തിന്റെ കുടുംബങ്ങൾക്ക് അത് വിടുതല. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കണം. ഈ വചനയുടെ വിളംബരം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ മറുപടി ലഭിക്കുന്നതായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് ലേഖകൻ പറയുക, അവൻ ആരാന്നറിയാമോ? അവൻ വഹിക്കുന്നവനാ. ഇത് പറഞ്ഞിട്ട് ആറാമത്തെ കാര്യം പറയുക, അവൻ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയവനാ. ഞാൻ വിവരിക്കുന്നില്ല, പാപത്തിന് എന്ത് ചെയ്തവനാ? ഏഴാമത്തെ കാര്യം നോക്കി, അവൻ മഹിമയുടെ വലത്ത് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ റൂളർ എന്ന ഒരു പദം കൊണ്ടുണ്ട്, പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ മഹിമയുടെ എവിടെ ഇരിക്കുന്നവനാ? വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനാ. എന്തുകൊണ്ടാണ് ഇരിക്കുന്നവൻ പറയാൻ കാരണം? നിങ്ങൾ പഴയ നിയമത്തിൽ പിന്നെയും ആ സമാഗമന കൂടാരത്തിലേക്ക് പോയാൽ കാണുന്നത് പുരോഹിതന്മാർക്ക് ഇരിക്കാൻ എന്തില്ല, അവിടെ ഒരു സ്റ്റൂളും എന്ത് ചെയ്തില്ല. കാരണം ഇവരുടെ പണി എന്ത് ചെയ്തില്ല, ഓരോ യാഗത്തിനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക?
ഒരു യാഗത്തിന്റെ വാലിഡിറ്റി ഇത്ര നേരം അടുത്തവൻ പാപം ചെയ്യുന്നവൻ ആ വാലിഡിറ്റി എന്ത് ചെയ്യുക? എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ പറയുക, അവൻ എവിടെ ഇരിക്കുന്നവനാ? പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും അറിയാമോ? ചെയ്യേണ്ട സകല പണി അവൻ ചെയ്തു. അതുകൊണ്ട് ക്രൂശിൽ കടന്നൊരു പദം അവൻ പറഞ്ഞു, ടെറ്റലസ്റ്റായി. എന്താ? സകലതും നിവർത്തിയായി. അപ്പൊ എബ്രായ വിശ്വാസിയോട് പറയുക, നിങ്ങൾക്ക് കാണുന്ന പുരോഹിതൻ എന്താ? അവൻ ചെയ്യുന്ന പണി ഒരിക്കലും എന്ത് ചെയ്തില്ല. പക്ഷെ ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവൻ തീർക്കേണ്ടത് മൊത്തം തീർത്തതാ. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ അവനെ വിശ്വസിച്ചാൽ മാത്രം മതി. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയാ, ഇത്ര വലിയ രക്ഷയേ. ഹല്ലേലൂയ. ഞാൻ അതിന്റെ ഭാഗം നാളെ വിവരിക്കാം. ദൈവമക്കളെ, അങ്ങനെ ഒരു രക്ഷകനാണ് ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത്, ഈ രക്ഷ വലുതാ, ഈ രക്ഷ വിലയേറിയതാ. കാരണം സകലത്തെയും വഹിക്കുന്നവൻ, പാപത്തിന് പരിഹാരമുണ്ടാക്കിയവൻ, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, ദൂതന്മാരെക്കാട്ടും വലിയവനായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും ദൈവത്തിനടയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ആത്മാർത്ഥമായി ദൈവജനം വായുകളെ തുറന്ന് ദൈവസനെ പ്രാർത്ഥിച്ച്, അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറ, ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം ഇന്ന് രാത്രി വെളിച്ചമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന്. പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കളുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുടങ്ങി. അന്യഭാഷകൾ പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കളുണ്ട്, അന്യഭാഷയെ പ്രാർത്ഥിച്ചുടങ്ങി. ഒന്ന് രാത്രി ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ച ദൈവമക്കളെ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah.